ഹായ്. അപ്പം നമ്മൾ ഫസ്റ്റായിട്ട് നോക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെർമറ്റോളജി സെക്ഷനിലെ സ്കിൻ ലീഷൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ സ്കിൻ ലീഷൻസ് നമുക്ക് പൊതുവെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഓരോന്നിനും ടെക്നിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ ടേംസിൽ നമുക്ക് മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് സ്കിൻ ലീഷൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഡേവിഡ്സൺ ടെക്സ്റ്റിൻ്റെ റെഫറൻസിനനുസരിച്ചാണ് നോക്കിപ്പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. സ്കിൻ ലീഷൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് 5 തരത്തിലാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലീഷൻ ടൈപ്പാണ്, അത് പ്രൈമറി മോർഫോളജി എന്ന് പറയും. സെക്കൻഡ് വൺ ലീഷൻ കോൺഫിഗറേഷനാണ്, അത് സെക്കൻഡറി മോർഫോളജി എന്നുള്ളൊരു കാറ്റഗറി. തേർഡ് വൺ ടെക്സ്ചറാണ്. ഫോർത്ത് വൺ ലൊക്കേഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിലും ഫിഫ്ത്ത് വൺ കളറിൻ്റെ ബേസിലുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലീഷൻ ടൈപ്പ് പ്രൈമറി മോർഫോളജി ബേസിൽ നോക്കാം. അപ്പോൾ അത് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഫ്ലാറ്റും ഉണ്ട് റേസ്ഡും ഉണ്ട്. ഫ്ലാറ്റിൻ്റെ താഴെ വരുന്നതാണ് മാക്യൂളും പാച്ചും. മാക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്ററിൽ താഴെയും പാച്ച് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററിൽ മുകളിലുമാണ്. റേസ്ഡിലാണെങ്കിൽ പാപ്യൂളും പ്ലേഗുമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പാപ്യൂൾ എന്ന് പറഞ്ഞാൽ അത് 1 സെൻറ്റിമീറ്ററിൽ താഴെയും പ്ലേഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്ററിൽ മുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്ലോ ചാർട്ട് വരുന്നത്. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് മാക്യൂൾ എന്താണെന്നാണ്. മാക്യൂൾ എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ആയിട്ട്, അതായത് നമ്മൾ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് എലിവേറ്റഡ് ആയിട്ടോ ഡിപ്രസ്ഡ് ആയിട്ടോ ഒന്നും ഫീൽ ചെയ്യില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് 1 സെൻറ്റിമീറ്ററിൽ താഴെയായിരിക്കും. പക്ഷേ അതിനൊരു കളർ ചേഞ്ച് ഉണ്ടാവും, നോർമൽ സ്കിൻ ടോണിൽ നിന്നും ചെറിയ ചേഞ്ച് മാക്യൂളിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് മാക്യൂളിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മറുകുകൾ, അതുപോലെ ഫ്രെക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബ്രൗൺ മാർക്സ് ആണ്. അത് നമ്മൾ വെയിൽ കൊള്ളും തോറും അത് കുറച്ചുകൂടെ പ്രൊണൗൺസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ ചുണ്ടിൽ വരുന്ന ലാബിയൽ മാക്യൂള്, പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള മോളുകൾ, പിന്നെ അതുപോലെ ആക്നി സ്പോട്സ്, ലിവർ സ്പോട്സ്, സൺ സ്പോട്സ്, പിന്നെ വിറ്റിലിഗോ, ഇതൊക്കെയാണ് മാക്യൂളിൻ്റെ എക്സാമ്പിൾസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പാച്ചാണ്. മാക്യൂളിൻ്റെ വലിയ രൂപമാണ് പാച്ച് എന്ന് പറയുന്നത്. അതും മാക്യൂളിൻ്റെ പോലെ തന്നെ ഫ്ലാറ്റാണ്, പക്ഷേ സൈസ് എപ്പോഴും 1 സെൻറ്റിമീറ്ററിനേലും മുകളിൽ, അതായത് 10 മില്ലിമീറ്ററിനേലും മുകളിലായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ അതും നമുക്ക് പാൽപ്പേറ്റ് ചെയ്താൽ എലിവേറ്റഡോ ഡിപ്രസ്ഡ് ആയിട്ടോ ഒന്നും തോന്നില്ല, പക്ഷേ കളർ ചേഞ്ച് ഉണ്ടായിരിക്കും. ജസ്റ്റ് ബിഗ്ഗസ്റ്റ് മാക്യൂളാണ് പാച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ, ഇപ്പോൾ പാച്ചിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് ബർത്ത് മാർക്ക്, മറുക്, പിന്നെ അതുപോലെ ടാറ്റു, പിന്നെ പോർട്ട് വൈൻ സ്റ്റെയിൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അത് വാസ്കുലാർ അനോമാലി കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. പിന്നെ അതുപോലെ റിക്കറ്റ് ഇൻഫെക്ഷൻ, റുബെല്ല, മീസിൽസ്. റുബെല്ലയും മീസിൽസും നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയാമെന്ന് പറയുകയാണെങ്കിൽ, മീസിൽസ് പൊതുവെ റെഡ് കളറും റുബെല്ല പിങ്ക് കളറുമാണ്. അതുപോലെ ഹൈ ഫീവർ മീസിൽസിലും റുബെല്ലയിൽ ലോ ഫീവറുമാണ്, മൈൽഡ് ഫീവർ ആയിരിക്കും. പിന്നെ വരുന്നതാണ് അലർജിക് ടു ഡ്രഗ് റിയാക്ഷൻസ്. ഇതൊക്കെയാണ് പാച്ചിൽ കാണിക്കുന്ന എക്സാമ്പിൾസ്. നെക്സ്റ്റ് വരുന്നതാണ് പാപ്യൂൾ. റേസ്ഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് പാപ്യൂളും പ്ലേക്കും. അതിൽ പാപ്യൂൾ എന്ന് പറയുമ്പോൾ അത് 1 സെൻറ്റിമീറ്ററിൽ താഴെയുള്ള ലീഷനാണ്. സ്കിൻ സർഫസിൽ നിന്ന് എലിവേറ്റഡോ ഡിപ്രസ്ഡോ ആയിരിക്കും. അതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് മിലിയ. വൈറ്റ് കളറിലുള്ള ബംസാണ് മിലിയ എന്ന് പറയുന്നത്. പിന്നെ ആക്നികൾ, അതുപോലെ തന്നെ വെറൂക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഷർ അപ്ലൈ ചെയ്യുന്ന നമ്മുടെ ഹീൽസിൽ, അതുപോലെ തന്നെ ബോൾസിൽ, ഫീറ്റിൻ്റെ ബോൾസിലൊക്കെ വരുന്ന ഒരു റഫായിട്ടുള്ളൊരു സംഭവമാണ് വെറൂക്കെ. നെക്സ്റ്റ് വണ്ണാണ് പ്ലേഗ് എന്ന് പറയുന്നത്. പ്ലേഗ് എന്ന് പറയുന്നത് നമ്മുടെ പാപ്യൂളിൻ്റെ ഒരു ബിഗ്ഗർ വേർഷനാണ്. പാപ്യൂൾ 1 സെൻറ്റിമീറ്ററിൽ താഴെയായിരുന്നു. പ്ലേഗ് എന്ന് പറയുമ്പോൾ 1 സെൻറ്റിമീറ്ററിൽ മുകളിലാണ്. സ്കിൻ സർഫസിൽ നിന്നും എലിവേറ്റഡോ ഡിപ്രസ്ഡോ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് അത് ഫ്ലാറ്റ് ടോപ്പ്ഡ് അല്ലെങ്കിൽ റൗണ്ട് ആയിരിക്കും. അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ മെയിൻ എക്സാമ്പിളാണ് നമ്മുടെ സോറിയാറ്റിക് ലീഷൻസ്, പിന്നെ ഗ്രാനുലോമ അന്നുലാറെ എന്ന് പറഞ്ഞൊരു കണ്ടീഷനും. റേസ്ഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കൺസിസ്റ്റൻസിൻ്റെ ബേസിലാണ്. ലിക്വിഡ് ഫിൽഡ്, പസ് ഫിൽഡ്, സോളിഡ്, അങ്ങനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ലിക്വിഡ് ഫിൽഡിൻ്റെ 2 ടൈപ്പാണ്, വെസിക്കിളും ബുള്ളയും, നമ്മുടെ ചിക്കൻ ബോക്സിലൊക്കെ വരുന്ന പോലെ. അപ്പോൾ വെസിക്കിളാണെങ്കിൽ 10 മില്ലിമീറ്ററിലും താഴെയും, ബുള്ളയാണെങ്കിൽ ലാർജർ ഫോം ഓഫ് വെസിക്കിൾ 10 മില്ലിമീറ്ററിനും മുകളിലുമാണ് വരുന്നത്. പസ് ഫിൽഡ് എന്ന് പറഞ്ഞാൽ പസ്റ്റ്യൂളും, സോളിഡ് ഉള്ളത് നൊഡ്യൂളും. ആദ്യം നമുക്കിതിൽ സോളിഡ് ഫോമിനെ നോക്കാം. സോളിഡ് ഫോമിനെ പറയുന്നത് നോഡ്യൂൾ എന്നാണ്. അതൊരു ഫോം പാപ്യൂളാണ്. അത് എക്സ്റ്റെൻഡ്സ് ഫ്രം ഡെർമിസ് ടു സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ആണ്. നോഡ്യൂളിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സിസ്റ്റ്, പിന്നെ ലിപ്പോമ സോഫ്റ്റ് ആൻഡ് മൂവബിൾ ആണ്. അതുപോലെ ഫൈബ്രോമ, അത് ഫേം റെഡ് ബ്രൗൺ പാപ്യൂൾസ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് വെസിക്കിൾ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു പാപ്യൂളാണ്. അത് 10 മില്ലിമീറ്ററിനേലും താഴെയാണ്. എക്സാമ്പിൾസ് ആണ് ഹെർപ്പിസ്,
അതുപോലെ അക്യൂട്ട് അലർജിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് വരുന്നുണ്ട്. അതുപോലെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ബ്ലിസ്റ്ററിങ് ഡിസോർഡറായ ഡെർമറ്റൈറ്റിസ് ഹെർപ്പറ്റിഫോമുമാണ് അതിൽ വരുന്നത്. വെസിക്കിളിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഫോമാണ് ബുള്ളെ, അതായത് 10 മില്ലിമീറ്ററിനേലും വലുതാണ് ഫ്ലൂയിഡ് കൺസിസ്റ്റൻസിയിൽ ബുള്ളെ. അതിന് വരാനുള്ള കാരണങ്ങളിലൊന്നാണ് ബേൺസ്, പിന്നെ അതുപോലെ എന്തെങ്കിലും ഇൻസെക്റ്റ് ബൈറ്റ്, ഇറിറ്റൻ്റ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, അതേപോലെ അലർജിക് പെംഫിഗോയിഡ്. അതേപോലെ ഇൻഹെറിറ്റഡ് ഡിസോർഡേഴ്സ് ഓഫ് സ്കിൻ ഫ്രിജിഡിറ്റി ഉള്ളവർക്കും ബുള്ളേസ് കാണുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് പസ്റ്റ്യൂളാണ്. പസ്റ്റ്യൂൾ എന്ന് പറഞ്ഞൊരു വെസിക്കിൾ പസ് ഫിൽഡ് ആയിട്ടുള്ളതാണ്. അത് വരാനുള്ള കോമൺ ആയിട്ടുള്ള കാരണങ്ങളൊന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ്, പിന്നെ അതേപോലെ ഫോളിക്കുലൈറ്റിസും, പിന്നെ സം ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ്, അതായത് പസ്റ്റുലാർ സോറിയാസിസ് പോലത്തെ. അപ്പോൾ ഇതിലൊക്കെ ഒരു യെല്ലോ ടോപ്പ്ഡ് ലീഷൻസ് ആണ് കാണുന്നത്. ചില കേസസിൽ ആക്നെകളിലും അങ്ങനെ കാണാറുണ്ട്.